Okay, Yardana, good morning. Good morning, sir. Okay, good morning, Sanila. Good morning, sir. Good morning, sir. Okay, good morning, Abhinami. Okay, Idea Venugopal. Good morning. Okay, just now. Good morning. Yes. First time, where teacher is lying in the middle of the okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു ടെൻസിനെ കുറിച്ചാണ്. ഓക്കെ ജിനി ജോണി, ആ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലേക്ക് തുടരുകയുമാണെങ്കിൽ ആ സിറ്റുവേഷനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിൽ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ 1-2-3 എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് പത്തനംതിട്ട സിൻസ് 2010. 2010 മുതൽ ഞാൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും പത്തനംതിട്ടയിലാണ്, നാളെയും അവിടെ തന്നെ ആയിരിക്കും എന്നർത്ഥമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉദ്ദേശിച്ചത്. യെസ്. അപ്പൊ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ. ആ ഹാസിനും അല്ലെങ്കിൽ ഹാവിനും ബീനും ഇടയ്ക്ക് ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതായത് നെഗറ്റീവ് വാചകമായി. ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ്. I have not been living. അല്ലെങ്കിൽ he has not been using. He has not been using. Okay. Okay, Safira. I have not been learning. I have not been learning. Okay, correct. I have not been learning. അതാണ് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ. നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് എന്ത് കൂടി ചേർക്കുക? ഒരു നോട്ട് കൂടി ചേർക്കുക. നോട്ട് ബീൻ. ഈ നോട്ട് ചേർക്കുമ്പോൾ ബീൻ കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കരുത്, ബീന് മുമ്പ് ചേർക്കുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഐ ഹാവ് നോട്ട് ബീൻ ലിവിങ്. ഐ ഹാവ് നോട്ട് ബീൻ ടീച്ചിങ്. യു ഹാവ് നോട്ട് ബീൻ സ്റ്റഡിയിങ്. ഓക്കെ. ഇനി അതിന്റെ വേറെ ഒരു മോഡലും കൂടി ഞാൻ പറയുകയാണ്. അത് വേറൊന്നുമല്ല, ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, ഇഫ് യു ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ആ ഹാസോ ഹാവോ അത് ആദ്യം പറയാം. അപ്പൊ എങ്ങനെ വരും? ഹാവ് യു ബീൻ ലിവിങ്? ഹാവ് ദേ ബീൻ വർക്കിംഗ്? അല്ലെങ്കിൽ ഹാസ് ഷീ ബീൻ യൂസിങ് ഇറ്റ്? ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേക്കാം, അതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ പറയുമ്പോൾ ആ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് ആദ്യം പറയുക. ഇതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തേത് ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ 11 ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് മുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ 11 ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞ ടെൻസുകളൊക്കെ ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്. ഇന്ന് നമ്മൾ വേറെ ഒരു കാര്യത്തിൽ കൂടിയുള്ള ചർച്ച ചെയ്യാൻ വെക്കുകയാണ്. യെസ്. പിന്നെ അതിന് ഒരാളെ വിളിക്കുകയാണ്. ജയശ്രീ. ജയശ്രീ
യെസ്. ഓക്കെ, ജയശ്രീനെ കിട്ടാത്തതുകൊണ്ട് സൗമ്യ. Sir. Okay, very good, very good. Okay, I am going to ask you one question. Sir. അപ്പൊ അതിനുള്ള മറുപടിയാണ് സൗമ്യ പറയുന്നത്. സൗമ്യയോടാണ് ചോദ്യം ചോദിക്കുന്നത് എങ്കിലും ആ ചോദ്യം നിങ്ങൾക്ക് എല്ലാവരോടും വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സൗമ്യ ഉത്തരം പറഞ്ഞ് തുടങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരും ആ ചോദ്യത്തിന്റെ ആൻസർ പറയും. ചോദ്യം ഇതാണ്, വെരി സിമ്പിൾ ആണ്. യുവർ ഫേവറേറ്റ് ഫിലിം. അതായത് നിങ്ങൾ ധാരാളം സിനിമ കണ്ടിട്ടുണ്ട്, ചെറിയ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്, മുതിർന്നവരായതിനു ശേഷം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പൊ ഓക്കെ ആലോചിച്ചോളൂ സൗമ്യ, ആലോചിച്ചോളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മൈ ഫേവറേറ്റ് ഫിലിം. ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുകയാണ്. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് അമൽ. മമ്മൂട്ടി ഈസ് ദ hero and Chitra is the heroine of the film. The film is based on the life of the fisherman. അപ്പൊ അതിനെ കുറിച്ചുള്ള കഥയാണ്. ഇനി അതിനകത്ത് എഴുതിയിരിക്കുന്ന പാട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ the lyrics, the music is given by ആരായിരുന്നു അമരത്തിന്റെ മ്യൂസിക് കൊടുത്തത്? കെ രവീന്ദ്രൻ മാഷ്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടു? ഇതാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമ തന്നെ ആവുന്നില്ല, ഒരു പ്രോഗ്രാം ആയാൽ മതി. ചിലപ്പോൾ ഒരു പക്ഷെ ഒരു പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നു. മൈ ഫേവറേറ്റ് പ്രോഗ്രാം ഈസ് ഡാഷ് ഇന്നതാണ്. വൈ ഡിഡ് ഐ ലൈക്ക് ദാറ്റ് പ്രോഗ്രാം? എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ഏതാണ്? ആ ഫിലിമിൽ ആരഭിനയിച്ചു, എന്താണ് അതിന്റെ കഥ, അല്ലെങ്കിൽ അതുമായി അതിന്റെ മ്യൂസിക് ആരാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറയാം. അറിയാൻ പാടില്ലെങ്കിൽ അത് പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് അറിയാവുന്ന വിഷയമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയ സിനിമ ആയിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ. ഓക്കെ സൗമ്യ, ആർ യു റെഡി? ഓക്കെ പറഞ്ഞോളൂ സൗമ്യ. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചോളൂ. ഓക്കെ. My favorite film is Karistan. Okay. Dilip is the main hero of that movie. Yeah. I like Dilip very much. Yes. Because he most of focus on comedy. Yes. and also family entertainment. Yes. In that film, Karistan, he wished to enjoy the two families. Yes. So he dedicates all his efforts for joining that both families. Yes. And in that movie, there are lots of comedy. Yes. Good songs. Yes. Especially മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം. ആ സോങ് വളരെ that song is very beautiful song. Yes. Its choreography also very good. Yes. It is a nice movie, and I think that in that time all of our people enjoyed that movie very much. Yes. Both family also, both the gents and girls also, everyone liked that movie very much. So yes, that's also. അപ്പൊ ആ പാട്ടിന്റെ രണ്ട് വരി പാടി, ബാക്കി അറിയാമോ സൗമ്യ? അറിയാം സാർ, ഞാൻ ജസ്റ്റ് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അതായത് അതിൽ ബാക്കിയുള്ളവർക്ക് ആലോചിക്കാൻ സമയം കിട്ടട്ടെ. പാടാനാണ് ഞാൻ അവസരം തരികയാണ്. ഓക്കെ ആയിക്കോട്ടെ. മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയങ്ങൾക്ക് സിന്ദൂരം നൽകുന്ന പുലർക്കാലം നൽകുമീ പുലർക്കാലവും
പാദസരം കിലുങ്ങുന്ന പാദങ്ങളിൽ നിന്റെ ചിലങ്ങുന്ന തിരമാല നീയല്ലയോ നിൻ അറിഞ്ഞൂടാ മറന്നുപോയി ലിറിക്സ്. ഓക്കെ 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 കുഴപ്പമില്ല. പറഞ്ഞപ്പോ തന്നെ ഇത്രയൊക്കെ എത്തിയില്ലേ, ഇതൊക്കെ വലിയ കാര്യമാണ് അല്ലേ. ഓക്കെ ഓക്കെ റിബിയൊക്കെ കൺഗ്രാജുലേഷൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സൗമ്യ, അവര് സൗമ്യ പറയുന്നു സൗമ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കാരിസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ദിലീപ് കോമഡിയൊക്കെ ട്രാജഡി കഥാപാത്രമായിട്ടൊക്കെ അവതരിപ്പിച്ചു. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. നസ്രിയ ഫർസാന. യെസ്, ഞാൻ ആർക്കെങ്കിലും ഇപ്പോൾ പറയാട്ടോ, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ. അത് ഞാൻ പറയുന്ന വേണ്ടി കാത്തു നിൽക്കണ്ട. യുവർ ഫേവറേറ്റ് ഫിലിം. യെസ്, കീർത്തന വിനോദ് പറയൂ. Which is your favorite film? Okay. Amaran is my favorite movie. Amaran. Yes, okay okay. ഞാൻ പറഞ്ഞത് തന്നെയാണ്. Yes. അതെ സാർ അമരല്ലേ പറഞ്ഞേ, ഞാൻ അമരൻ. അമരൻ. ശിവകാർത്തി ആൻഡ് സായി പല്ലവി is heroine and hero. Yes. Hero and heroine. Yes. Mukunda and Indu is my favorite അതില് ഫേവറേറ്റ്. ഓക്കേ പറഞ്ഞോളൂ. വെണ്ണിലവ്, ഹേ മിന്നല്, മിന്നൽ song is my favorite song in this movie. Yes. The theme of film is soldier life. Yes. And in this time I am very inspiring movie. Yes. Also മിന്നലെ മിന്നലെ എന്നുള്ള രണ്ട് വരി, that is you told that is your favorite song. Can you sing? ഇല്ല സാറേ, എന്റെ പാട്ട് വളരെ മോശം. Yes, okay okay okay. You told that മിന്നലെ മിന്നലെ. Okay 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 okay. That is അറിയാവുന്ന ആരെങ്കിലും പാടിയാ കേക്കാം. Yes, okay 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 okay. Very good very good. Okay okay okay. Yes, okay. Kirtanam, one is Cariston, next is a Tamil movie. Okay. ഇനി ആരാണ്? റിബിയ. പറഞ്ഞോളൂ റിബിയ. റിബിനിയാണ്, RIBINA. റിബീന പറഞ്ഞോളൂ. ഞാൻ ഓർമ്മയിൽ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ പറഞ്ഞോളൂ. കാരണം അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു റീം ഉണ്ട്, അപ്പൊ കൺഫ്യൂഷൻ വന്നു. റീം. My favorite film is Nandanam. Nandanam, okay. The heroine Prithviraj and heroine Navya Nair. Yes. The film based on a poor girl and God. Yes. Guruvayurappan, Krishna. Yes. Wonderful song, Karmugil Varnande Chundil. Yes. പിന്നെ ഒരു ഫാമിലി മൂവി, ഫാമിലി എന്റർടൈനർ. ഓക്കെ സാർ പെട്ടെന്നായോണ്ട് കിട്ടുന്നില്ല. ഓക്കെ 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 ഓക്കെ. സൗമ്യ പറയുന്നത് ട്രൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൃഷ്ണ വിത്ത് ബാലാമണി അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. Rabina, okay, very good, very good. Okay. Yes, Farsana Ajmal. Farsana. Sir. For you, what is your favorite movie? Like, which is your favorite movie? Actually, I don't have a favorite movie. Yes. What is your favorite program? I don't see TV usually. Yes. I will see Disney movies. Yes. That's and cartoons because my baby. Okay. പഴയതെന്തെങ്കിലും കയ്യില് കണ്ടത് ഓർമ്മയില്ലേ ഫർസാന? കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ സിനിമയോടൊട്ടും താല്പര്യമുള്ള ആളല്ല.
Okay. ശരി. Okay. Just like പറഞ്ഞോളൂ പ്രസാദ്, എന്താ പറയാൻ പോയി? Anything to say? Nothing, sir. Okay. Just see. Yes, sir. What is your favorite movie? My all-time favorite movie is Valsalyam, Valsalyam. Yes. directed by Cochin Hanifa and written by Lohidadas. Yes. A heart-touching movie that tells the story of real life Yes. and family entertainment. And the main role act Mammootty as Raghavan and his younger brother Yes. Siddiq as Vijay Kumaran Thambi. Yes. And the Raghavan gives him an education Yes. when he grows up and gets married to a rich woman. Yes. And he forget about his brother. Yes. And sad reality of our current life. Yes. That's all. Very good. Jessica, very good. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചില്ലേ? ഈസ് ഡയറക്റ്റഡ് ബൈ ആര്? അതുവരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എത്രമാത്രം ജെസ്സിക്ക സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ ജെസ്സിക്ക, വെരി ഗുഡ്. ഓക്കെ. സനില യെസ്. സാർ കുറച്ച് കഴിഞ്ഞ് പറയാം. ഓക്കെ. പഠിക്കാനുണ്ടായിരുന്നല്ലേ? ഓക്കെ. യെസ്, വെരി ഗുഡ്. യെസ്. ഓക്കെ. യെസ്. അപ്പൊ സനില അല്പസമയത്തിന് ശേഷം പറയുന്നതാണ്. ഓക്കെ. അനീഷ ശ്രീജിത്ത്. അനീഷ Sir, പറഞ്ഞോളൂ. Which is your favorite movie? my favorite movie is Jungle Book. This is a movie, very interesting story, Yes. very entertaining, and is one of my favorite story. Yes. പിന്നെ അത്രേ ഉള്ളൂ പറയാൻ. Okay. Very good. രണ്ടുപേരും അനീഷ പറഞ്ഞില്ലേ? Okay. സാൻജോ വിൽസൺ, I think you will have to say something. സാൻജോനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാൻജോ, your favorite movie? നെക്സ്റ്റ് പറയാം. ഓക്കെ. അപ്പൊ സാൻജോ നെക്സ്റ്റ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. സനിലെ നെക്സ്റ്റ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ ന്യൂട്ടൺ. ഹൈപ്പർ. Yes. Your favorite movie? Yes. അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വിചാരിക്കാം. ഓക്കെ. അഭിരാമി ആഷിഖ്. ഞാൻ ഇടക്കിടക്കൊക്കെ പറയാറുള്ള ആളുകളെ നോക്കി വിളിച്ചാണ്. യെസ്, അഭിരാമി ആഷിഖ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഇപ്പൊ പറയാം. ഓക്കെ. അപ്പൊ അഭിരാമിയും ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നജ്മ നവാസ്. യെസ്. ആര്യ വേണുഗോപാൽ. Sir, പറഞ്ഞോളൂ. my favorite film is Amaran. അമരൻ. Sana Sivakarthikeyan is the heroine and Sai Pallavi is the heroine. This is based on life of army. Yes. It is a biographical action war film. കേൾക്കുന്നുണ്ടോ സാർ? Yes. It is a biographical action war film written and directed by Rajkumar Periyasamy. The film is based on the book series Indian Most Fearless, and it tells the story of Major Mukundan Varatharajan. Yes.
played by Shivakarthikeyan. The film was praised for this powerful portrayal of Major Mukund Vardarajan's love for Indian and his wife Indu. And my favorite song in Hey Minnale, I interested of Amaran movie in Love and Sacrifice. Yes, completed. Arya, which one that you like song? Minnale. Yes. Do you remember the lines? No. No. Yes. Okay. Tasni Tanveer. Tasni, Yes, sir. what is your favorite movie? One of my favorite movies, Kuberan. Kubera. Ah, yes. I love the movie very much. Yes. I have seen many times Yes. that movie. Very talented actors include that movie: Dilip, Yes. Kalabamani, Haris Reshogan, Indrans. The movie has a lot of sentiment, tears, heavy dialogues, unnecessary dramatic scenes. Yes. Kuberan movie is about a young man, Siddharth, Yes. who is a kind soul and has adopted three little children from the movie. Yes. Um, the girl who played the elder doctor is get national award winner actor Kirti Suresh, Yes. and I love the movie so much. Okay. Okay, Tasni. Okay. Sir. Very good. Okay. Yes, very good. Yes. Sanila, are you ready? Sanila. സാർ Okay, പറഞ്ഞോളൂ Sanila. കുറച്ചുകൂടി ആയിട്ട് Yes. Okay. ഏത് ഫിലിം പറയാന്നുള്ള കൺഫ്യൂഷൻ Amina Siddiq. I like the comedies in Kuberan. Okay. Yes. Digimon Rajesh. Digimon. Yes. Shruti Shivan. Sir, Pardon, what is your favorite movie? My favorite movie is Manichitrathadu. Manichitrathadu. Okay. അതിനകത്ത് ആരാണ് ഹീറോ, ആരൊക്കെ അഭിനയിച്ചു, അതൊക്കെ പറഞ്ഞാൽ മതി. യെസ്. Manichitrathadu is a classical Malayalam psychological thriller film. Oh, okay. Directed by Fasil. Yes. Written by Madhumuttam, അല്ലേ? I think Madhumuttam. Okay. Yes. ഞാനൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു. The main character played by Shobana. Mohanlal. Suresh Gopi. Yes. Okay. ഇത് മനസ്സുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ മതി. പെട്ടെന്ന് കിട്ടുന്നില്ല സാർ. ഓക്കെ. സംഗതി പിടികിട്ടിയല്ലേ? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ കീർത്തന പറയുന്നു ഗംഗ ഇപ്പോൾ പോകണ്ട. യെസ്. ഓക്കെ. വെരി ഗുഡ് കീർത്തന. യെസ്. ഓക്കെ. ശ്രുതി. സോറി അല്ല, കീർത്തനോട് എഴുതി കാണിച്ചാൽ. ഓക്കെ. യെസ്. ഓക്കെ ശ്രുതി. വെരി ഗുഡ്. യെസ്. സാൻജോ, ആർ യു റെഡി?
Sanjo is getting ready. Surya Surethan, Hello, sir. for you, which is your favorite movie? Sir, my favorite movie is Pukkalam Varavai. Pookalam Maruvai. Yes. Main starring is Jairam. It's a Yes. comedy and family-based film. Yes. And the story is about a small child named Geetu. Yes. Her parents are in their family. They have conflicts between the parents. So the Yes. child is getting. From the court, they decided to stay 5 days, 3 days in a week, 3 days in mom's house, and in remaining days in Father's father's home. Father's home. Um, and then the girl become friends with the driver named Nandan. That is Yes. starring Jairam. Um, she decided to leave the Christmas vacation with this driver uncle, and Yes. she became friends with the she Yes. after that uh, she went to this Nandan's homes, and she Yes. liked that area and the village very much. She The parents were so curious, anxious, and they become tension to because of this child missing. So Yes. they called this Nandan, and they came to this village. Yes. And because of their uh, tension, this They join together. they joined together. At Yes. last, the movie shows the family became united. Family became joined. Okay. 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 The Okay. film is directed by the Kamal, and the main characters are Murali and Geeta are the parents. Okay. 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 സൂര്യ സൂര്യ മാത്രമല്ല ഓരോരുത്തരും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഞാൻ ആ ഒബ്സർവേഷൻ ശ്രദ്ധിക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. കാരണം നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു കലാകൃതി ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ ബോറിംഗ് ആയിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ രാവിലെ എഴുന്നേക്കുന്നത് ചെയ്യുന്നത്, ഇതൊക്കെ റിപ്പീറ്റേഷൻ അല്ലേ. അപ്പൊ വിരസത നമ്മൾ ഒഴിവാകും. ഓക്കെ, ജിനി ജോണി. യെസ്. 5 മിനിറ്റ് കഴിഞ്ഞ് പറയാം. എന്തോ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഓക്കെ, ഗെറ്റ് റെഡി. ഷെൽവി സാബു. യെസ് സർ. പറഞ്ഞോളൂ ഷെൽവി. എനിക്കും മറ്റേ മണിച്ചിത്രത്താഴന്നെ ഇഷ്ടം. അത് പറഞ്ഞോ, അത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. രണ്ടിനെ മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ ഇംഗ്ലീഷ് പറയാനുള്ള ഉദ്ദേശമുണ്ടല്ലോ. ഓക്കെ, പറഞ്ഞോ. My favorite film is Manchitrathazhu. That's a psychological thriller film, Yes. and so many comedies are included on that. Yes. That film is directed by Fasil, Yes. written by Madhu, and the main characters are Mohanlal, Suresh Gopi, and Shobana. Yes. I like the movie very much. That's a lot of confused one, and I am still trying to understand the film well. Yes. That's why I like it. Main thing is the comedy. Yes. I like the comedy and so many logicals. Yes. That's it. Okay, very good. മിക്കവരും ഇങ്ങനെ തന്നെയല്ലേ, കോമഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജീവിതത്തിനെ കുറിച്ച് തമാശ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. യെസ്. ഓക്കെ സെൽവി. ഓക്കെ. അപ്പൊ രണ്ടുപേര് നമുക്കിവിടെ ബാലൻസ് നിൽപ്പുണ്ട്. സനില നിൽപ്പുണ്ട്, ജിനി ജോണി നിൽപ്പുണ്ട്, സാൻജോ വിൽസ് നിൽപ്പുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും? യെസ്, മൈ ഫേവറേറ്റ് മൂവി എന്ന് പറഞ്ഞ് പറയാനായിട്ട് എനിബഡി? സർ. പറഞ്ഞോളൂ സ്മിത. My favorite lot of movie, but my favorite movie is Megha Malhar.
Melka. Okay. Its main characters Biju Menon and Samyukta Verma. Yes. There are good songs in this movie. Yes. Many songs. This movie lyrics by Ramesh Narayan. Yes. Hindustani music. Lyrics by Ramesh Narayan. Yes. Many beautiful song. It's interesting from beginning to end. The story. Yes. Scene is about losing a friend as a child and then seeing him again as he grows. Yes. Directed by Kamal. Yes. And other actors Purnima, Siddiq. Yes. Okay. Smita, very good. Very good. Are you told that it has got so many songs? Do you remember any song? Sir? ഇതിനകത്ത് ധാരാളം പാട്ടുകളുണ്ടെന്ന് സ്മിത പറഞ്ഞിരുന്നു. അതിനകത്ത് ഏതെങ്കിലും പാട്ടുകൾ ഓർക്കുന്നുണ്ടോ? പറയാൻ മറന്നപ്പോ ഇത് പാടാനായിട്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ അതിൽ ഏറ്റവും ഫേവറേറ്റ് പൊന്നുഷസ് എന്നും പറഞ്ഞൊരു പാട്ട്. എല്ലാ പാട്ടുകളും നല്ല കേൾക്കാൻ നല്ല പാട്ടുകളാണ്. പാടാൻ പറ്റിയ പാട്ട് ഏതാണ് അതിനകത്ത് സ്മിതക്ക്? എനിക്ക് പാടാൻ അല്ലേ? സൗന്ദര്യ തീർത്ഥ കുളത്തിൽ നഷ്ടസ്വപ്നങ്ങളാരി വന്ന പൊട്ടുകൾ ചാർത്തി നാം വന്നു. അങ്ങനെ ഒരു സോങ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. നമ്മുടെ കവിയോ സിനിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വിത്ത് മ്യൂസിക്കോട് കൂടിയാണ് വന്നത് അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ ജിനി, ആർ യു റെഡി? Ginny, Samila, and Sanjay Wilson, we are waiting for you. Okay, Sanjo. Sanjo. My favorite movie is Naran. And the Naran movie is released on 2005 and directed by Joshi and written by Ranjan. The story is tell about Mohanlal. Mohanlal is the main character, and the village is called as Mullankolli. The Mullankolli roll out is Mohanlal. So Mohanlal and other comedians are doing the jokes, and I like Bhavana is the main actress and heroine of the movie. And my favorite song is Ammappuzhayude Paithalai. That song is my favorite. And also there is a good movies. Deepak Dev is I think Deepak Dev is composed the background score, and Osai Bachchan is composed the original songs. അത്രേ ഉള്ളൂ. വെരി ഗുഡ് സാൻജോ. ഓക്കെ. സാൻജോ സമയം എടുത്തെങ്കിലും സാൻജോ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ സാൻജോ, വെരി ഗുഡ്. ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഒബ്സർവേഷൻ ആണ്. നിങ്ങൾ എങ്ങനെ നോക്കുകയാണ്? വെറുതെ പോയി കണ്ട് തിരിച്ചു പോരുന്ന അപ്പുറത്തേക്ക് ശരിയായ തെറ്റായ നമുക്കൊരു ഒബ്സർവേഷൻ വരുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കുക. ഓരോ വ്യക്തികളെയും നമ്മൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഓക്കെ. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴുണ്ടായിരുന്ന പല സ്വഭാവങ്ങളും ഇന്നത്തെ ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ കാണും. ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ അവരിൽ നമ്മൾ കണ്ടെത്തും. ഓക്കെ. സനില,
Are you ready? Sir. Okay. Abhiravi, are you ready? Sir, പറഞ്ഞോളൂ. my favorite movie is Teddy, one of the best Vijay movies. Yes. Very emotional scene these movies. The Yes. main characters are Vijay and Samantha. Yes. This film is family entertainer. Yes. This film music composed by G.V. Prakash, one Yes. of my favorite music director. Yes. My favorite song is Unnale in Jeevan Valude. Yes. Can you sing that? That's all. No, Can no. you- No, it's good. No. Yes. Thank Okay, you, sir. very good, very good, very good. Okay, Abhiravi, okay. Well studied, Anta. You well studied about the film. Okay. Yes. Then. Sir, പറഞ്ഞോളൂ സനില. my favorite movie is Kalyana Raman. കല്യാണരാമൻ. Okay. Dilip is the hero and Naveen Nair is heroine. Yes. It's a comedy entertainer film. So many comedy artists act in this film. Yes. I like Innocent very much in this film. Yes. Film contains beautiful songs. Yes. The film is based on a true love story between two people. Emotional Yes. scenes are also in this film. Yes. The comedy scenes are very heart touching. Yes. Comedy scenes in this film make me this film most favorite. Okay, okay, okay. Yes, അത് റിട്ടൺ ബൈ ബെന്നി പി നായരപുരമാണ്. പുള്ളി എഴുതിയ തിരക്കഥകളിൽ എല്ലാത്തിലും കുറേയധികം കോമഡി സീനുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അഭിരാമി, സോറി ജിനി ജോണി. Yes, sir. പറഞ്ഞോളൂ. My favorite film is Akashadoot. ആകാശദൂത്. ഞാനിത് വന്നില്ലല്ലോ ആരെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ യു ആർ The film released 1993, I think. യെസ്, ഓക്കെ. The music is Avsay Bachchan sir. Lyrics ONB Kurup. യെസ്. In this film, the favorite song is Rapadi Kerunu. യെസ്. യെസ്. I hear that song. The feeling is very sad. യെസ്. The film actors are Madhavi and Murali. യെസ്. This is a family entertainment movie. യെസ്. In this movie, the എന്താ പറയാ, യെസ്. മനസ്സിലുണ്ട് അല്ലേ? യെസ്. യെസ്, ഓക്കെ ഓക്കെ. വേറൊന്നും പറയാൻ ഓക്കെ ഓക്കെ ഓക്കെ. ജിനി പറഞ്ഞില്ലെങ്കിൽ ജിനിയുടെ മനസ്സിലുണ്ട് മൂവി മനസ്സിലായി. ഞാൻ ഈ വിഷയം എടുത്തിട്ട് നിങ്ങൾക്കപ്പോ എന്തെങ്കിലും ഇത് പറയാനായിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു ഐഡിയയിലാണ്. തീർച്ചയായിട്ടും അപ്പോ കുറച്ച് പേരൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇത് പറയുക എന്നതിനോടപ്പുറത്തേക്ക് നമുക്ക് കണ്ട ഒരു സംഗതിയെ കുറിച്ച് 2-3 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കണ്ടൊരു സിനിമ, ഓക്കെ, ദ ഫിലിം ഈസ് ദ മ്യൂസിക് ഈസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? അത് തന്നെയാണ് വലിയ കാര്യം അതിനകത്ത്. ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. ഓക്കെ സഫീറ. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പൊ ഇനിയുള്ള ആക്ടിവിറ്റീസ് പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനെ പറയുക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്റെ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങള് ആൻസറുകൾ ആദ്യത്തെ ലെറ്റർ പിയും രണ്ടാമത്തെ ലെറ്റർ എച്ചും ആയിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഇസ് പി, നെക്സ്റ്റ് ലെറ്റർ ഇസ് എച്ച്, പി എച്ച്. ആ രീതിയിലാണ് ആ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. ആദ്യം ഉത്തരം ടൈപ്പ് ചെയ്യുന്ന 3 പേർക്ക് നമുക്ക് മാർക്ക് കൊടുക്കാം. ബാക്കി 3 പേർക്ക്, ടൈപ്പ് ചെയ്ത 3 പേർക്ക് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ്. യെസ്, അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ പിക്ചർ, PICTUR, picture made by using camera. Surendran,
Jasna, Shanju. Surya, Surendran, Jasna, Sanju. Okay, ബാക്കിയുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്, സമ്മതിച്ചു. അപ്പൊ നമുക്ക് 3 പേർക്ക് നമുക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. A picture made using camera, that is called photo. Yes. Next question is this. A shop, 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 where medicines are sold. A shop where medicines are sold. Sanjo, Soumya, Soumya, Tasni. Sanjo, Soumya, Soumya, Tasni. Tasni. Okay. Okay. Very good. A place where the medicines are sold, that is called pharmacy. Asathiന്റെ പേര് എന്താണ്? Pharmacy. Yes. A mythical bird. MYTHICI. A mythical bird that rises, RISES, rises from its ashes, ASHES. Sanjo, Tasni, Safira. Sanjo, Tasni, Safira. Okay, correct ആണ്. അതൊരു ഫിലോസഫിക്കൽ വേർഡാണ്. നമ്മൾ പറയില്ലേ ഫീനിക്സ് പക്ഷി എന്ന് പറയുന്ന സംഗതി ഇതാണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് ഫീനിക്സ് പക്ഷിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ പലപ്പോഴും പല ആളുകൾ ജീവിതത്തിൽ തകർച്ചകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഓക്കെ അതിനെ കുറിച്ച് പറയാറുണ്ട്. ഇത് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണമെന്ന് പറയാറുണ്ട്. ഓക്കെ യെസ്. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. അടുത്തത് an extreme, EXTREME, an extreme fear, extreme fear. That is not logical. An extreme fear that is not logical. Surya, Surendran, Jasna and Shanju. Surya, Surendran, Jasna and Sanju. Sanju's general knowledge ഒക്കെ കുറച്ച് അറിവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? Very good. Okay. An extreme fear with that is not logical. കാരണമില്ലാതെ നമുക്ക് തോന്നുന്ന ഒരു ഭയമില്ല, അതാണ്. That is called phobia. അതിന് പറയുന്ന പേരെന്താണ്? Phobia. Yes. Next, a device, DIVIC, a device. Oh, okay. Soumya, Sanjo, Arya. Soumya, Sanjo, Arya. ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല, അതിന് മുമ്പേ നിങ്ങൾ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഫോൺ ചോദിച്ചതാണ്. A device to contact someone. A device which is used to contact someone. Okay. Very good. കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ഇതാണ്. The science, SCENC, the science of properties of energy and matter. Soumya, Sanjo, Jasna. Soumya, Sanjo and Jasna. Very good. Okay. The science of properties of energy and matter. എനർജിയെ കുറിച്ച്, മാറ്റർ അതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്സ്. അടുത്തത്, എ കിങ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത്. നെയിം ഓഫ് ദ കിങ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത്. കീർത്തന, ജസ്ന, സുധി. കീർത്തന,
Jasna, Sruthi. Yes, Sruthi നേരത്തെ വന്നിട്ടില്ല അല്ലേ? ശ്രുതി അത് കറക്റ്റ് ആദ്യം വന്നു. ഓക്കെ. നമുക്കറിയാം കോഴിക്കോടുള്ള ഭരണാധികാരികളെ നമ്മൾ സാമൂതിരിമാരെന്ന് വിളിക്കുന്നു, ഋഷി ചക്രവർത്തിമാരെ സർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഈജിപ്ഷ്യയിലുള്ള ചക്രവർത്തിമാരെ വിളിച്ചിരുന്ന പേരാണ് ഫറവോ കേട്ടോ. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്തത്, the study of letter, L-E-T-T, letter sounds, S-O-U-N-D-S, study of letter sounds. Letter means English letter. Surya, Sanila, Siniyevi. Surya, Sanila, Siniyevi നേരത്തെ കണ്ടില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ഞാനിവിടെ പറഞ്ഞൂടെ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടു, അത് ലാസ്റ്റ് സ്റ്റേജ് കേട്ടായിരുന്നു. അപ്പോ സിനി ആയിരുന്നെങ്കിൽ വിത്ത് ആ സിനിമയിലെ പാട്ട് ഉൾപ്പെടെ കേൾക്കാമായിരുന്നു ഞങ്ങളോട് പറഞ്ഞതാണ്. യെസ്, ഓക്കെ. വെരി ഗുഡ്. അവസരം തരാം, ഡോണ്ട് വറി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം ഫോണറ്റിക്സ്, അതാണ് ആ വിഷയം കേട്ടോ. ഫോണറ്റിക്സ് ആണ്, ഫ്രേസ് അല്ല. ഫ്രേസ് വേറെയാണ്, ഒന്നിലധികം വാക്കുകൾ ചേർത്തിരുന്നതിന്റെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ഫോണറ്റിക്സ് ആണ്. ഓക്കെ, BEdനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടുണ്ടാവും. ഓക്കെ. യെസ്. അടുത്തത്, എ ജനറൽ ടേം ഫോർ എ ഡോക്ടർ ഹു ഹാസ് earned a medical degree. സൂര്യ, സനില, സഫീറ. സൂര്യ സുരേന്ദ്രനല്ലേ? സൂര്യ, സനില, സഫീറ. ഓക്കെ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അത് നമ്മൾ പറയുന്ന പേര് ഫിസീഷ്യൻ എന്നാണ്. ഫിസീഷ്യൻ. നമ്മൾ ഒരു മെഡിക്കൽ ഡിഗ്രി എടുക്കുന്ന ആളെ പറയുന്ന പേര്, അയാള് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ആളല്ല. അയാളെയാണ് നമ്മൾ ഡോക്ടറായിട്ട് ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആള്. അദ്ദേഹം പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഓക്കെ നിങ്ങൾ ഓർത്തോന്റെ അടുത്ത് പോകും അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകും പറയുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന പുള്ളിക്ക്. അതിന് ആദ്യം കാണുന്ന ഡോക്ടർ ഫിസീഷ്യൻ, അദ്ദേഹത്തിന് മെഡിക്കൽ ഡിഗ്രി. ഓക്കെ, ജനറൽ ടേം ഫോർ ദ ഡോക്ടർ ഹു earned a മെഡിക്കൽ ഡിഗ്രി. യെസ്. അടുത്തത്, another word for ghost, G-H-O-S-T. Another word for ghost. ഈ പേരില് ഒരു സിനിമയുണ്ട്, സൂര്യ, സഫീറ, ജിനി ജോഡി. അപ്പോ സൂര്യ, സഫീറ, ജിനി ജോഡി കേട്ടോ. ഓക്കെ, ദ ആൻസർ ഇസ് ഫാൻറ്റം പൈലി എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, യെസ്. ഓക്കെ, ജിനി ജോഡി. യെസ്. അടുത്തത്, the shape of the moon viewed, V-I-E-W-D, viewed from earth is called Surya Surendran, Jasna, Ginny Jodi. Surya Surendran, Jasna and Ginny Jodi. Okay. That's correct. Okay. ശരി, very good.
അടുത്തത് ഒരു സിമ്പിൾ ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുന്നത്. എ മെഷീൻ that makes duplicate of printed copies. Duplicate of printed copies. Safira, Surya Surendran, Sanju. Safira, Surya Surendran, and Sanju. Okay. That is what is called photostat. Very good. Okay. അപ്പൊ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുമ്പോൾ തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിനെ കൂട്ടിവെച്ചാണ് വായിക്കുന്നത്. ഓക്കെ. അപ്പോ ഞാൻ നിങ്ങൾക്ക് ലഭിച്ച ചിലപ്പോൾ ഒരു മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞേക്കണം. അപ്പൊ ആര്യക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജിനി ജോണിക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സനിലക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. കീർത്തനക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. കീർത്തന എഴുതി കാണിച്ചല്ലേ? യെസ്. ശ്രുതിക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സിനി എബിക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. തസ്നിക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സൗമ്യക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂര്യ സുരേന്ദ്രന് 3 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സൂര്യ സുരേന്ദ്രന് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജസ്നക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീറക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സൂര്യ സുരേന്ദ്രന് 7 പോയിന്റ് ലഭിച്ചതുപോലെ സാൻജോ വിൽസനും 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 7 പോയിന്റ് ലഭിച്ചതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഓക്കെ. ഞാൻ ഇടയ്ക്ക് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ് കിട്ടിയിട്ടുള്ളതായിട്ട് വിചാരിക്കുക. യെസ്. അപ്പോ സിനിക്ക് പറയാൻ പറ്റുമോ ഒരു സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച്? യുവർ ഫേവറേറ്റ് മൂവി? യെസ്. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ. അടുത്തതിൽ നമുക്ക് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് പറയാം. അതിനോടൊപ്പം തന്നെ അടുത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. അപ്പോഴും നിങ്ങൾ മാറി നിൽക്കാതെ കൃത്യമായിട്ട് പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം. സാർ, ഞാൻ റിപ്ലൈ, എന്റെ ഫോൺ പെട്ടെന്ന് ഹാങ് ആയി, അതാ റിപ്ലൈ വരാഞ്ഞ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞോളാം സാറേ. ഓക്കെ. ആ സിനിമയും ആ സിനിമയിലെ പാട്ടും. ഓക്കെ. നമുക്ക് റെഡിയാക്കാം. ഓക്കെ. നമുക്ക് റെഡിയാക്കാം. ഡോണ്ട് വറി. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതെടുക്കാം. ഓക്കെ. ഇത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുകൂടി ചെയ്യണം. കുറച്ച് ഇംഗ്ലീഷ് കൂടെ നമുക്ക് പറയണ്ടേ, നമുക്കൊരു ഇന്റർവ്യൂലൊക്കെ ഫേസ് ചെയ്യണ്ടേ. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് കുറച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ആ ഒരു പറയാനായിട്ടുള്ള ഒരു താല്പര്യം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് വന്നപ്പോൾ വളരെയധികം താല്പര്യക്കുറവും വളരെ ഇഷ്ടക്കേടൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ അത് പറഞ്ഞു വന്നപ്പോൾ കുറച്ചു പേർക്ക് ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഞാൻ. ഇപ്പൊ കുഴപ്പമില്ല, എനിക്ക് പറയാൻ പറ്റും, ശരിയായില്ലെങ്കിൽ ഞാൻ പറയും എന്നുള്ളൊരു മനോഭാവം വന്നിട്ടുണ്ട്. അത് തന്നെ മതി. ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ. അത് വളരെ നല്ലൊരു സൈനാണ്. സോ ഓക്കെ, we will meet in the next class. Till then, bye. Okay, see you. Thank you, sir. Okay. Okay, Sanjo.